ഇന്ന് മൊത്തം ഒരു ബീച്ച് ട്രിപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ കുഴപ്പിലങ്ങാട് ബീച്ച് കണ്ടു, അത് കഴിഞ്ഞിട്ട് ധർമ്മടം ബീച്ച് പോയി. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടട ബീച്ചും ആദികടലായി ബീച്ചും കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാർത്തിക ഹോട്ടലിൽ പോയിട്ട് ലഞ്ച് കഴിക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ധർമ്മടം ബീച്ചിൽ ഒരുപാട് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി അടുത്തായിട്ട് തോട്ടട ബീച്ചിൽ കയറി. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ഈ രീതിയിലുള്ള കല്ലുകൾ കാണാം. ചെങ്കല്ലുകൾ തിരമാലയടിച്ച് രൂപപ്പെട്ടിട്ടുള്ള ഈ കല്ലുകൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. തോട്ടട ബീച്ചിലും ആദികടലായി ബീച്ചിലും ഇതുപോലെ ഇങ്ങനെ പുറ്റുകൾ കാണാം. പ്രത്യേകതരം പുറ്റുകളോടുകൂടിയ കല്ലുകൾ കാണാനായിട്ട് സാധിക്കും. ഇതാണ് അവിടെ കണ്ട ഒരു പ്രത്യേകത. ഇതാണ് തോട്ടട ബീച്ച്. ആ തിരയിളക്കത്തിൻ്റെ കളകള ആരവം കേട്ടങ്ങനെ ഇരിക്കാനായിട്ട് വളരെ രസകരമാണ്. സമയം പോകുന്നറിയില്ല. വൈകുന്നേരങ്ങളിൽ ഒരു 4 മണിക്ക് ശേഷം ഇവിടേക്ക് ഇറങ്ങാവുന്നതാണ്. അങ്ങനെ തോട്ടട ബീച്ച് കഴിഞ്ഞ് നമ്മൾ ആദികടലായി ബീച്ചിലെത്തി. ആദികടലായി ബീച്ച് തോട്ടട അവിടെ ബീച്ചിൻ്റെ കരയിൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാനായിട്ട് ചെറിയ സംവിധാനങ്ങളുണ്ട്. ആദികടലായി ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടലും കായലും അടുത്തടുത്ത് കാണാനായിട്ട് സാധിക്കും. കായലിൻ്റെ ചില ഭാഗങ്ങളും അതുപോലെ കടലും നമുക്ക് നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ബീച്ച് സാൻഡി അവിടെ കക്കയും അതുപോലെ ശംഖുവൊക്കെ കളക്ട് ചെയ്യുന്ന തരത്തിലാണ്. അയ്യോ, അവർക്ക് കുറേ ശംഖും കക്കയൊക്കെ ഷെല്ലുകളൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവിടെ. ഇതൊക്കെ അവർ പറക്കി കൂട്ടിയെടുത്തതാണ്. തോട്ടട ബീച്ചും ആദികടലായി ബീച്ചും തികച്ചും വ്യത്യസ്തമാണ്. അത് രണ്ടും കവർ ചെയ്തിട്ട് പിന്നെ അടുത്തതായിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് അറക്കൽ മ്യൂസിയം ആണ് ഈ കാണുന്നത് റൈറ്റ് സൈഡിൽ. അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. വിശപ്പിൻ്റെ വിളി നല്ലോണം വന്നു തുടങ്ങിയതുകൊണ്ടേ എത്രയും പെട്ടെന്ന് കാർത്തിക ഹോട്ടലിലെത്തുക, നല്ലൊരു ലഞ്ച് കഴിക്കുക, അതുമാത്രമാണ് ലക്ഷ്യം. അപ്പോൾ കണ്ണൂരിൻ്റെ ഈ വീതികളിലൂടെയുള്ള ഈ ഡ്രൈവ് തീർച്ചയായിട്ടും വളരെ രസകരമാണ്. പോകുന്ന വഴിക്ക് മലബാർ ഗോൾഡിൻ്റെയൊക്കെ ഷോപ്പ് കണ്ടു. കേരളത്തിലെ സുപ്രസിദ്ധമായ എല്ലാ ഷോറൂമുകളും കണ്ണൂരുണ്ട്. ചില റോഡുകൾ അല്പം കൺജസ്റ്റഡ് ആണെന്ന് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ബാക്കിയെല്ലാം തന്നെ വളരെ മനോഹരമാണ്. ഈ വീഡിയോ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.